ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിക്സഡ് ഡയറീസ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് താപത്തിൻ്റെയും ജ്വലനത്തിൻ്റെയും രസതന്ത്രം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. തീ ഉണ്ടാകുന്നത് വസ്തുക്കളും ഓക്സിജനുമായുള്ള രാസപ്രവർത്തനത്തിൻ്റെ ഫലമായാണ്. ഒരു വസ്തു മതിയായ താപത്തിൻ്റെ സാന്നിധ്യത്തിൽ ഓക്സിജനുമായി പ്രവർത്തിച്ച് താപമോ പ്രകാശമോ ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് ജ്വലനം. ഇനി സ്വതസിദ്ധമായ ജ്വലനം എന്താണെന്ന് നോക്കാം. ഒരു വസ്തുവിനുള്ളിൽ രാസപ്രവർത്തന ഫലമായി ചൂടാകുകയും ക്രമേണ ചൂട് വർദ്ധിച്ച് വസ്തു സ്വയം കത്തുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് സ്വതസിദ്ധമായ ജ്വലനം. നനവുള്ള വൈക്കോൽ കൂട്ടിയിട്ടിരുന്നാൽ ഈ രീതിയിൽ സ്വയം കത്താൻ കാരണം സൂക്ഷ്മജീവികളുടെ ജീർണന പ്രവർത്തനം മൂലം താപം ഉണ്ടാകുന്നതിനാലാണ്. ചിലതരം എണ്ണകളും കൊഴുപ്പുകളും അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ ആഗിരണം ചെയ്ത് രാസപ്രവർത്തനം നടന്ന് ചൂടുണ്ടായി സ്വയം കത്താൻ സാധ്യതയുണ്ട്. കൽക്കരിയിൽ ചെറിയ അളവിൽ കാണുന്ന പൈറൈറ്റ്സ് ഓക്സിജനെ ആഗിരണം ചെയ്ത് രാസപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഫലമായും കൽക്കരി സ്റ്റോറുകളിലും ഖനികളിലും ഈ തീപിടുത്തം ഉണ്ടാകുന്നതിന് ഉദാഹരണമാണ്. താപതാരിത, ഹീറ്റ് കപ്പാസിറ്റി. ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപത്തിൻ്റെ അളവാണ് താപതാരിത. യൂണിറ്റ് ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ്. ഇനി വിശിഷ്ട താപതാരിത എന്താണെന്ന് നോക്കാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് നോക്കാം. 1 ഗ്രാം യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപമാണ് വിശിഷ്ട താപതാരിത. യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. വിശിഷ്ട താപതാരിത ഏറ്റവും കൂടുതലുള്ള വസ്തുവാണ് ജലം. കുറച്ച് വസ്തുക്കളും അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. അതിനകത്ത് ജലം PYQ ആണ്. അത് നേരത്തെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.